എല്ലാവർക്കും നമസ്കാരം. പഹൽഗാമിൽ പൊലിഞ്ഞത് 26 നിരപരാധികളുടെ ജീവനുകൾ. അവർ ചെയ്ത തെറ്റ് അവരെല്ലാം ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും ആയിരുന്നു എന്നതാണ്. ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപിടി മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നർത്ഥം. പഹൽഗാമിൽ മതം ഏതെന്ന് ചോദിച്ചിട്ട് കൊല ചെയ്തവർ മുസ്ലിങ്ങളായിരുന്നു. അവരിലൊരാൾ പാകിസ്ഥാൻ പട്ടാളക്കാരനായിരുന്നുവെന്നതും എല്ലാവരും ലഷ്കർ ഭീകരരായിരുന്നുവെന്നതും തെളിഞ്ഞിരിക്കുന്നു. കാശ്മീരിൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് നമുക്കറിയാം. അവസാനത്തേതാവാൻ ഒരുപക്ഷെ സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും അവസാനത്തേതായും നമ്മൾ കാണണ്ട. ഇന്ത്യ വിഭജന കാലം മുതൽ പാകിസ്ഥാൻ്റെ കണ്ണ് കാശ്മീരിന് മേലുണ്ടായിരുന്നു. ഇന്ത്യയെ രണ്ടായി വിഭജിച്ചത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മുസ്ലിമായ തങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന വാദം ഉന്നയിച്ചാണ് ദ്വിരാഷ്ട്രവാദമുയർത്തിയതും മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന രാജ്യം സൃഷ്ടിച്ചതും. ഇന്ത്യ പാക് വിഭജന കാലത്തുണ്ടായ വർഗീയ കലാപം ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ സൃഷ്ടിച്ചതെങ്കിൽ ഇന്ത്യയിൽ നിന്നും വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒടുവിൽ ഇന്ത്യയിൽ നിന്നു പോയ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്കു വേണ്ടി ആയുധമെടുക്കേണ്ടി വന്നു എന്നതാണ് ചരിത്രം. പാക് പട്ടാളം അവരെ നിഷ്ഠൂരമായി അടിച്ചമർത്തുകയുണ്ടായി. പാകിസ്ഥാനിൽ തങ്ങിയ ഹിന്ദുക്കളുടെ സ്ഥിതി തികച്ചും പരിതാപകരമായിരുന്നു. ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് വിഭാഗങ്ങൾ വലിയ പീഡനങ്ങൾക്കിരയായി. അവർക്ക് യാതൊരുവിധ അവകാശങ്ങളും ലഭിച്ചിരുന്നില്ല. കാരണം ഇസ്ലാമിക രാജ്യത്ത് ഇതര മതത്തിന് പ്രസക്തിയില്ല. എന്നാൽ അതേസമയം ഇന്ത്യയിൽ തങ്ങിയ മുസ്ലിങ്ങൾക്ക് യാതൊരു വിവേചനവും നേരിടേണ്ടി വന്നിട്ടില്ല. 1947 ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ 40 കോടി. അതിൽ 5 കോടി മുസ്ലിങ്ങൾ. ഇന്ന് 2022 കണക്ക് പ്രകാരം മുസ്ലിം ജനസംഖ്യ 13-14 കോടിയും ഹിന്ദുക്കളുടേത് 120 കോടിയും. എന്നാൽ 1947 പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ 20% ഉണ്ടായിരുന്നത് 2% കുറഞ്ഞു. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യക്തികളല്ല പ്രശ്നം, മതമാണ്. പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ നടന്ന തീവ്രവാദ ആക്രമണങ്ങൾ മാത്രമാണ് നാം ഇന്നിവിടെ പരിശോധിക്കുന്നത്. കാശ്മീരിൽ സംഘടിതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത് 1989 മുതലാണ്. കാശ്മീരിൽ മൊത്തം കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം 44,729 ആണ്. ഇതിൽ 6,413 പേർ സുരക്ഷാ ഭടന്മാരും 14,930 പേർ സാധാരണ പൗരന്മാരും 23,386 പേർ തീവ്രവാദികളുമാണ്. ഈ കണക്കിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെയും തീവ്രവാദികളാണെന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് തീവ്രവാദത്തിന് കുറവ് വരാത്തത്? അതിനുള്ള കാരണം ഒന്നേയുള്ളൂ. മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ജിഹാദാണിത്. ഇത് സംബന്ധമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. കാശ്മീരിനെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുകയോ പലായനത്തിന് നിർബന്ധിതമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു തീവ്രവാദികളുടെ രീതി. ഇതിന് തുടക്കം കുറിച്ചത് 1989 സെപ്റ്റംബർ 14 കാശ്മീരിലെ പ്രബല ഹിന്ദു വിഭാഗം പണ്ഡിറ്റുകളാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അവർ മുൻപന്തിയിലായിരുന്നു. വ്യാപാര മേഖലയിലും സർക്കാർ സർവീസിലും അവർ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളുടെ മുഖ്യ ലക്ഷ്യം പണ്ഡിറ്റുകളായിരുന്നു. ബൈബിളിൽ ഒരു വചനമുണ്ട്, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്ന്. ജിഹാദികൾ പണ്ഡിറ്റുകൾക്കെതിരായ യുദ്ധത്തിൽ ഈ നയമാണ് പ്രയോഗിച്ചത്. പണ്ഡിറ്റുകൾക്കിടയിലെ പ്രമുഖരെ ഉന്മൂലനം ചെയ്യുക. 1989 സെപ്റ്റംബർ 14 ഒരു അഭിഭാഷകനും BJP നേതാവുമായിരുന്ന ടിക്കാലാൽ ടപ്ലു എന്ന പണ്ഡിറ്റിനെ വെടിവെച്ചു കൊന്നുകൊണ്ടാണ് അവരുടെ ആക്രമണ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചത്. ഇനി നമ്മൾ ചില സംഘടനകളെ പരിചയപ്പെടണം. ഒന്ന്, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്. അതിൻ്റെ സ്ഥാപകൻ അമാനുള്ള ഖാൻ, സഹസ്ഥാപകൻ മക്ബൂൽ ഭട്ട്.
ഇത് UK-യിലാണ് തുടക്കം കുറിച്ചത്. ആസാദ് കാശ്മീർ അഥവാ സ്വതന്ത്ര കാശ്മീർ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു മിലിറ്ററി വിങ്ങായിട്ടാണ് ഇത് രൂപം കൊണ്ടത്. ജമ്മുവിനെയും കാശ്മീരിനെയും സ്വതന്ത്രമാക്കുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിന് വിവിധ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളും ഉണ്ടായിരുന്നു. 1995-ൽ ഇതിൻ്റെ ഒരു വിഘടിത ഗ്രൂപ്പ് JKLF എന്ന പേരിൽ തന്നെ യാസിൻ മാലിക് എന്ന തീവ്രവാദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങുകയും തുടർന്ന് അയാൾ JKLFൻ്റെ ചെയർമാനാവുകയും ചെയ്തു. കാശ്മീർ വിഷയത്തിൽ തീവ്രവാദികൾക്കിടയിൽ പല പക്ഷങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ ISI ഇക്കാര്യത്തിൽ വലിയ താൽപ്പര്യമാണ് കാണിക്കുന്നത്. കാശ്മീരിനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കാശ്മീരിൽ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് പണവും പരിശീലനവും നൽകി അതിർത്തി വഴി കാശ്മീരിലേക്ക് കടത്തിവിടുകയും ഇവിടെ ഹിന്ദുക്കളെയും പട്ടാളത്തെയും ആക്രമിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ യാസിൻ മാലിക്കിൻ്റെ JKLF ഒരു സ്വതന്ത്ര കാശ്മീർ വേണമെന്ന പക്ഷക്കാരനായിരുന്നു. പക്ഷം എന്തായാലും ലക്ഷ്യം ഹിന്ദുക്കൾ തന്നെ, ഹിന്ദു വംശഹത്യ തന്നെ. ലഷ്കർ-e-തയ്ബ, LET, ജെയ്ഷ്-e-മുഹമ്മദ്, JM എന്നീ സംഘടനകൾ JKLFൻ്റെ തണലിലാണ് പ്രവർത്തിച്ചു വന്നത്. ഇവർക്കെല്ലാം വേണ്ട ആയുധങ്ങളും പണവും നൽകിയിരുന്നത് പാക് ചാരസംഘടനയായ ISIയുമായിരുന്നു. പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ടുകളും മയക്കുമരുന്നുമായിരുന്നു തീവ്രവാദികളുടെ ധനാഗമ മാർഗങ്ങൾ. ഇതിൻ്റെ പിന്നിലുള്ള മത തീവ്രവാദ ആശയത്തെ തുറന്നെതിർക്കാൻ എന്തുകൊണ്ടാണ് ആരും മുന്നോട്ട് വരാതിരുന്നത്? പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി JKLF നേതാവായ മക്ബൂൽ ഭട്ട് അമർചന്ദ് എന്ന പോലീസ് ഓഫീസറെ വധിച്ചു. ഭട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ കേസടക്കം നിരവധി കുറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭട്ടിന് വധശിക്ഷ വിധിച്ചു. ആ വിധി പ്രഖ്യാപിച്ച നീലകണ്ഠ ഗഞ്ചു എന്ന ജഡ്ജിയെ പിന്നീട് JKLF വധിക്കുകയുണ്ടായി. മക്ബൂൽ ഭട്ടിനെ തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. 1984-ൽ ആ ദിവസം ഇംഗ്ലണ്ടിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനായ രവീന്ദ്ര മാത്രേ എന്ന പണ്ഡിറ്റിനെ JKLF തട്ടിക്കൊണ്ടുപോയി വധിച്ചു. 1990 ഫെബ്രുവരി 13-ന് കാശ്മീർ ദൂരദർശൻ ഡയറക്ടർ ലെസ കൗളിനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു. ഏപ്രിൽ 6-ാം തീയതി HMTയുടെ CEO HL ഖേരയെ JKLF വധിച്ചു. അതേ ദിവസം തന്നെ കാശ്മീർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഷീർ യു ഹക്കിനെയും വധിച്ചു. മെയ് 1-ാം തീയതി ഒരു സോഷ്യൽ റീഫോർമറും കവിയും പത്രപ്രവർത്തകനുമായ സർവാനന്ദ് കൗൾ പ്രേമിയെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ 27 വയസ്സുള്ള മകനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊല്ലുകയും ചെയ്തു. മെയ് 21-ാം തീയതി മുഹമ്മദ് ഫറൂഖ് ഷാ എന്ന ഇമാമിനെ ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികൾ കൊലപ്പെടുത്തി. 1990-91 കാലത്താണ് പണ്ഡിറ്റുകൾക്കെതിരായ ആക്രമണങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തിയത്. മദ്രസകളിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും വൈദ്യുതി വിച്ഛേദിക്കും. എന്നിട്ട് മൈക്കിലൂടെ ഹിന്ദുവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തും. ഹിന്ദുക്കളോട് ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ കാശ്മീർ വിടുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രിയുടെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ഇരുട്ടിൽ മറഞ്ഞിരുന്ന് ആക്രമിക്കും. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയോ ബലാത്സംഗം ചെയ്യുകയോ പതിവായി. ഗർഭിണിയായ ഒരു സ്ത്രീയെ അറക്കവാളുകൊണ്ട് 2ആയി അറുത്തു കീറിയ സംഭവവും ചില മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിന്ദുക്കളായ പുരുഷന്മാരെ കണ്ടിടത്ത് വെച്ച് വധിച്ചു. 300ഓളം പേർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നടന്ന ഏറ്റവും ഹീനമായ ഹിന്ദു വംശഹത്യയായിരുന്നു കാശ്മീരിൽ നടന്നത്. മറ്റൊന്ന് വിഭജനകാലത്തെ കലാപവും. പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ക്രിയാത്മകമായ ഒരു നടപടി രാജീവ് ഗാന്ധിയോ പിൽക്കാലത്ത് വന്ന കോൺഗ്രസ് ജനതാ സർക്കാരുകളോ കൈക്കൊണ്ടിരുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ അത്ര വലിയ ഇടം പിടിക്കാതെ പോയ ഒരു സംഭവമായിരുന്നു ഈ വംശഹത്യ. ഇതേ തുടർന്ന് ഏക്കർ കണക്കിന് വരുന്ന ആപ്പിൾ തോട്ടങ്ങളും വലിയ ബംഗ്ലാവുകളും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പിറന്നു വീണ മണ്ണിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നവരാണ് കാശ്മീരിലെ ഹിന്ദുക്കൾ. ജമ്മുവിൽ സ്വന്തക്കാരുണ്ടായിരുന്ന പലരും അവിടേക്ക് ചേക്കേറി. സാധാരണക്കാരായ നിരവധി പേർ ക്യാമ്പുകളിൽ അഭയം തേടി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് ജീവിതം ദുസ്സഹമായിരുന്നു.
അവർക്കിടയിൽ വിദ്യാഭ്യാസമുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിൽ കണ്ടെത്തി സെറ്റിലായി. സ്ത്രീകളടക്കം 1000-ലധികം പീഡിതർ ഡൽഹിയിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചിരുന്നു. 10,000-ലധികം അധ്യാപകർ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും ഇവരെ ആരെയും സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഇവരെ സ്ഥിരപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. അധ്യാപകർ കോടതിയെ സമീപിച്ചു. ലോക ഫ്രോഡായ കേജ്രിവാൾ കോടതിയിൽ അധ്യാപകർക്കെതിരെ അപ്പീൽ നൽകി. കോടതി അവരെ സ്ഥിരപ്പെടുത്താൻ വിധി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. സ്വന്തം രാജ്യത്ത് പ്രവാസിയായി ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്കിടയിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഭയാനകമാണ്. ഭാരതത്തിൽ ഹിന്ദുവായി ജീവിക്കാൻ ഇത്രയും ത്യാഗം സഹിക്കണമോ? കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തീവ്രവാദികളുടെ പക്ഷക്കാരായിരുന്നു എന്നതാണ് വസ്തുത. അല്ലെങ്കിൽ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ക്രൂരത ഹിന്ദുക്കൾക്ക് നേരെ അഴിച്ചുവിട്ടിട്ടും ആരും എന്തേ പ്രതികരിക്കാതിരുന്നത്? അതിനായി ഒരു നരേന്ദ്രമോദി ജന്മമെടുക്കണമായിരുന്നോ? കാശ്മീരിൽ 1.5 ലക്ഷത്തോളം പണ്ഡിറ്റുകളാണുള്ളത്. അതിൽ 1 ലക്ഷത്തോളം പേർ കാശ്മീർ ഉപേക്ഷിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ പലായനത്തിൻ്റെ ഗൗരവം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ പണ്ഡിറ്റുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ളവരും പലായനം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഉണ്ടായി. 1984 മുതൽ 89 വരെ അധികാരത്തിലിരുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്താണ് കാശ്മീരിൽ തീവ്രവാദികൾ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്. 1990-ൽ അവർ കലാപം തുടങ്ങി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തീർച്ചയായും റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കണം. രാജീവ് ഗാന്ധിയോ കോൺഗ്രസോ അന്ന് ക്രിയാത്മകമായി ഇടപെട്ടിരുന്നെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഈ ദുരന്തം വന്നു ഭവിക്കുമായിരുന്നില്ല. 1991-ൽ കോൺഗ്രസ് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ അധികാരം കൈയാളിയ സമയത്താണ് ഈ ഹിന്ദു വംശഹത്യ അതിൻ്റെ പാരമ്യതയിലെത്തിയത്. 1990 ജനുവരി 4 ശ്രീനഗറിലെ ഒരു പത്രമായ അഫ്താബ് ഹിന്ദുക്കൾ ഉടൻ തന്നെ കാശ്മീർ വിടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സന്ദേശം പുറപ്പെടുവിച്ചു. അതിൻ്റെ ഉറവിടം ഹിസ്ബുൾ മുജാഹിദീൻ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിരുന്നു. 1990 ഏപ്രിൽ 14 അൽ-സഫ എന്ന പത്രം ഈ സന്ദേശം പുനഃപ്രസിദ്ധീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ സന്ദേശം പോസ്റ്ററുകളായി നഗരത്തിൻ്റെ ചുവരുകളിലും പ്രത്യക്ഷപ്പെട്ടു. എല്ലാ കാശ്മീരികളും ഇസ്ലാമിക നിയമം പിന്തുടരണമെന്ന് ആ പോസ്റ്ററുകളിൽ എഴുതിയിരുന്നു. മദ്യം, സിനിമ, വീഡിയോ പാർലറുകൾ തുടങ്ങിയവയുടെ നിരോധനവും ഇസ്ലാമിക രീതിയിലുള്ള വസ്ത്രധാരണവും അതിൽ എടുത്തു പറഞ്ഞിരുന്നു. സ്ത്രീകൾക്ക് കർശന നിയന്ത്രണം പ്രഖ്യാപിച്ചു. മുഖംമൂടി ധരിച്ച് AK-47 തോക്കുകൾ കയ്യിലേന്തി തീവ്രവാദികൾ തെരുവിലെത്തുകയും പാകിസ്ഥാൻ്റെ സമയക്രമം അനുസരിച്ച് സ്വന്തം വാച്ചിലെ സമയം ക്രമീകരിക്കാൻ പൊതുജനങ്ങളെ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എത്ര ഭീകരമാണ് ഈ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ്റെ സമയക്രമം അനുസരിച്ച് ലോകത്തിന് മുഴുവൻ സമയം ക്രമീകരിക്കുന്നതിൻ്റെ വിഡ്ഢിത്തം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ഓഫീസുകളും കടകളും സ്ഥാപനങ്ങളുമെല്ലാം പച്ച പെയിൻ്റ് അടിക്കാൻ നിർബന്ധിച്ചു. അതേസമയം ഹിന്ദുക്കളുടെ വീടുകളും കടകളും മറ്റ് സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുകയും ചെയ്തു. ഹിന്ദുക്കളുടെ വീടുകളുടെ വാതിലുകളിൽ ഉടൻ കാശ്മീർ വിടണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ ഒട്ടിച്ചു. തുടർന്ന് കാശ്മീരിൽ ജഗ്മോഹൻ ഗവർണറായി ചാർജ് എടുത്തു. അതിൻ്റെ 3-ാം ദിവസം, അതായത് ജനുവരി 21-ന് തീവ്രവാദികൾ സംഘടിപ്പിച്ച റാലി പട്ടാളത്തെ ആക്രമിക്കുകയും 50ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ആയുധധാരികളായ തീവ്രവാദികൾ തെരുവിലിറങ്ങുകയും ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ ഹിന്ദുക്കൾ കാശ്മീർ വിടാൻ തീരുമാനിച്ചു. പലായനം ചെയ്യുന്ന അവരെ പതിയിരുന്ന് ആക്രമിക്കുകയും സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. ഇത് നടക്കുന്നത് 1990-കളിലാണെന്ന് മനസ്സിലാക്കണം. രാജീവ് ഗാന്ധിയും തുടർന്ന് നരസിംഹറാവുവും അധികാരത്തിലിരുന്ന കാലത്താണ് ഇതൊക്കെ നടന്നത്. ജനുവരി 25 ഡ്യൂട്ടിക്ക് പോകാനായി മിലിറ്ററി വാഹനം കാത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ തീവ്രവാദികൾ വെടിവെക്കുകയുണ്ടായി. 5 പേർ വീരമൃത്യു വരിക്കുകയും 10 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ JKLF നേതാവായിരുന്ന യാസിൻ മാലിക് ആയിരുന്നു. ഈ സംഭവത്തോടെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ ഭീതി ഉടലെടുത്തു. തങ്ങൾ സുരക്ഷിതരല്ല എന്നൊരു ബോധം അവർക്കുണ്ടായി. പലായനമല്ലാതെ മറ്റു വഴി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. സ്വതന്ത്ര ഭാരതത്തിൽ തങ്ങൾ സുരക്ഷിതരല്ല എന്ന തിരിച്ചറിവോടെ
അവസാന വഴി അവർ തിരഞ്ഞെടുത്തു. ഹിന്ദുവായി ജീവിക്കാൻ പലായനത്തിൻ്റെ വഴി. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ മരിച്ചാലും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലായനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഈ പലായനവും സുരക്ഷിതമല്ല എന്നവർക്കറിയാം. തീവ്രവാദികൾ വഴിയിൽ പതിയിരുന്ന് ആക്രമിക്കുന്നുണ്ടെന്ന വാർത്തയും വരുന്നുണ്ട്. കൂട്ടം ചേർന്നും അല്ലാതെയും എത്രയും പെട്ടെന്ന് കാശ്മീർ വിടുക എന്ന ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആക്രമണത്തിനെല്ലാം നേതൃത്വം നൽകിയത് JKLF നേതാവ് യാസിൻ മാലിക്കായിരുന്നു. ഇയാളെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഡൽഹിയിൽ വിളിച്ച് സൽക്കരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം ആരുടെ കൂടെ ആയിരുന്നുവെന്നും ആരുടെ കൂടെ ആയിരിക്കുമെന്നും ബോധ്യമായി. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് നെഹ്റു കുടുംബം ജയിലിൽ പോകാതിരിക്കുന്നത്. പഹൽഗാമിൽ 26 നിരപരാധികളായ ഹിന്ദുക്കളെ മതം ചോദിച്ചാണ് കൊലപ്പെടുത്തിയത്. മുസ്ലിങ്ങളെ ഒഴിവാക്കി. ഹിന്ദുക്കളെയും ഒരു ക്രിസ്ത്യാനിയെയും വധിച്ചു. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക തീവ്രവാദികളായിരുന്നു. പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമായിരുന്നു അത്. കാശ്മീരിൽ 90-91 കാലത്ത് നടന്ന ഹീനമായ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ 228ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന ഏറ്റവും ഹീനമായ ഹിന്ദുവിരുദ്ധ കലാപം. ഇന്ന് 26 പേരെ അതേ രീതിയിൽ മതത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായ പ്രതിക്രിയ കൂടി നമ്മൾ കാണണം. വർഷങ്ങളായി ലോകത്താകമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘടനകളായ ലഷ്കർ-എ തയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ആസ്ഥാനം പാകിസ്ഥാനായിരുന്നു. 2011 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത അൽ-ഖ്വയ്ദയുടെ നേതാവ് ബിൻ ലാദനെ ഒളിപ്പിച്ചിരുന്നത് പാകിസ്ഥാനിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നടന്ന സീരിയൽ ബോംബിങ്ങിൽ 52 പേർ കൊല്ലപ്പെട്ടു. 800ഓളം പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പാകിസ്ഥാൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പഹൽഗാമിന് ഭാരതം നൽകിയ പ്രത്യാക്രമണം 26 ഹിന്ദുക്കളുടെ മാത്രം രക്തത്തിനുള്ള മറുപടിയായിരുന്നില്ല, ലോകത്താകമാനമുള്ള മത തീവ്രവാദത്തിനുള്ള മറുപടി കൂടിയായിരുന്നു. 3-4 ദശാബ്ദങ്ങളായി പാകിസ്ഥാനിൽ താവളമടിച്ച് ഭാരതത്തിനെതിരെ ജിഹാദ് നടത്തിയ മുഴുവൻ പേർക്കുമുള്ള മറുപടിയായിരുന്നു. പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ ബോംബിട്ട് തകർത്തു. ഇതിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകത്താകമാനമുള്ള പ്രധാന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനങ്ങളാണ് തകർക്കപ്പെട്ടത്. നമുക്ക് കാശ്മീരിലേക്ക് വരാം. 1991 ശേഷം 2 വർഷത്തോളം കാശ്മീർ പൊതുവെ ശാന്തമായിരുന്നു. 1994 ലഫ്റ്റനന്റ് ജനറൽ E.W. ഫെർണാണ്ടസിനെയും 14 ഇന്ത്യൻ ആർമി ഓഫീസർമാരെയും വധിച്ചുകൊണ്ട് തീവ്രവാദികൾ വീണ്ടും ജിഹാദിന് തുടക്കമിട്ടു. ജമാഅത്ത് ഉൽ മുജാഹിദീൻ എന്ന സംഘടന അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 1995 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ലഫ്റ്റനന്റ് ജനറൽ കൃഷ്ണ റാവുവിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. 8 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1995 ജൂലൈ 20 ജമ്മുവിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ-എ തയ്ബയും സംയുക്തമായി നടത്തിയ ആക്രമണമായിരുന്നു അത്. 1998 4 കുട്ടികളും 9 സ്ത്രീകളും അടക്കം 23 കാശ്മീരി ഹിന്ദുക്കളെ വന്ദമ ഗ്രാമത്തിൽ കൊലപ്പെടുത്തി. ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ-എ തയ്ബ എന്നിവരുടെ സംയുക്ത ആക്രമണം. 1998 ഏപ്രിൽ 17 പ്രാൺകോട്ട് ഗ്രാമത്തിലെ 29 ഹിന്ദുക്കളെ തലയുയർത്തുമാറ്റി കൊല ചെയ്തു. ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം നടത്തുന്നവർ എത്ര ക്രൂരനും നികൃഷ്ടനുമായിരിക്കും. ഇതിൽ 13 പേർ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. വീടുകൾ തീവെച്ച് നശിപ്പിച്ചു. ഇവർ ഇസ്ലാം മതത്തിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് ഈ അരുംകൊല നടത്തിയത്. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും ഇസ്ലാം മതത്തിൽ ചേരില്ല എന്ന അവരുടെ ഉറച്ച തീരുമാനത്തെയും നമ്മൾ മറക്കരുത്. ഈ സംഭവത്തിന് ശേഷം 1000ഓളം ഗ്രാമീണർ ജനിച്ചു വളർന്ന മണ്ണുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. 1998 ഏപ്രിൽ 21 3 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 21 തബ് വില്ലേജിൽ 13 ഹിന്ദുക്കളെ വധിച്ചു. 1998 ഏപ്രിൽ 19 ചപ്നാരി ഗ്രാമത്തിൽ 25 ഹിന്ദുക്കളെ ഇസ്ലാമിസ്റ്റുകൾ വധിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിലും ലഷ്കർ ഭീകരരും ഹിസ്ബുൾ ഭീകരരുമാണ് ഉണ്ടായിരുന്നത്. ഇതേസമയം ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ 35 ഗ്രാമീണരെ ഹിസ്ബുൾ മുജാഹിദീനുകൾ വധിച്ചു. 1999 സെപ്റ്റംബർ 3 BJP സ്ഥാനാർത്ഥി ഹൈദർ നൂറാനിയെ വധിച്ചു. നവംബർ 3
ബദാമി ബാഗ് കന്റോൺമെൻറ്റിൽ നടത്തിയ സൂയിസൈഡ് ബോംബ് ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഡിസംബർ 4 സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് പോലീസ് ഓഫീസർമാരെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇത് നടത്തിയത് ലഷ്കർ-എ-തയ്യിബ. 2000 ജനുവരി 7 ശ്രീനഗറിൽ മീറ്റിയറോളജിക്കൽ സെൻറ്ററിൽ നടത്തിയ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മാർച്ച് 20 ചിത്തിസിംഗ്പുര കൂട്ടക്കൊല. ഇതിൽ 35 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ലഷ്കർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ ഭാരത സന്ദർശന സമയത്ത് നടന്ന ഈ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരെല്ലാം തന്നെ സിഖുകാരായിരുന്നു. 2000 മെയ് 15 ഹിസ്ബുൾ തീവ്രവാദികൾ മിനിസ്റ്റർ ഫോർ പവർ ഗുലാം ഹസൻ ഭട്ടിനെ വധിച്ചു. മൊത്തം 5 പേർ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 1, 2 തീയതികളിലായി അമർനാഥ് തീർത്ഥയാത്രികർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 105 ഹിന്ദു തീർത്ഥയാത്രികൾ കൊല്ലപ്പെട്ടു. 62 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നവംബർ 3 ഷിയ നേതാവായിരുന്ന അഗ സയ്യിദ് മെഹ്ദിയെ ലാൻഡ് മൈൻ ഉപയോഗിച്ച് വധിച്ചു. 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഡിസംബർ 25 ശ്രീനഗറിലെ ബദമി ബാഗ് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെടുകയും 9 പേർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. 2001 ഫെബ്രുവരി 9 ജമ്മു കാശ്മീരിലെ പോലീസ് കൺട്രോൾ റൂമിന് നേരെയുണ്ടായ ആക്രമണം. 12 പേർ കൊല്ലപ്പെട്ടു. അൽ ഉമർ മുജാഹിദീൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഫെബ്രുവരി 10 ലഷ്കർ ഭീകരർ കോട്ട് ചർവാൾ ഗ്രാമത്തിൽ 15 പേരെ കൊല ചെയ്തു. മാർച്ച് 2 രജോറിയിൽ പോലീസ് വാഹനത്തിന് നേരെ കുഴിബോംബ് ആക്രമണം. ഇതിൽ 17 പേർ ജീവൻ വെടിഞ്ഞു. ജൂൺ 8 തീയതി ചരാരെ ഷെരീഫ് സൂഫി മോസ്കിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ 20 അമർനാഥ് തീർത്ഥയാത്രികർക്ക് നേരെ വീണ്ടും ആക്രമണം. 8 പേർ കൊല്ലപ്പെട്ടു. ജൂലൈ 14 ഡോഡയിൽ നടന്ന കൂട്ടക്കൊല. 16 പേർ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 2, 3 കാശ്മീർ കൂട്ടക്കൊല. ഓഗസ്റ്റ് 2, 3 കിഷ്വർ കൂട്ടക്കൊല. 15 പേർ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 7 ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഷൂട്ടൗട്ട്. 13 പേർ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 29 അനന്ത്നാഗ് ബസ് ആക്രമണം. 9 പേർ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 1 ജമ്മു കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാർ ബോംബ് ആക്രമണം. 38 പേരാണ് കൊല്ലപ്പെട്ടത്. 3 സൂയിസൈഡ് ബോംബർമാരും മരിച്ചു. ഈ കൊലപാതക പരമ്പരകളുടെ ചരിത്രം കേട്ട് നിങ്ങളുടെ തല പെരുത്തിയിട്ടുണ്ടാവും ഇല്ലേ? ഇത് അവസാനിക്കുന്നില്ല. ഇനിയുമുള്ള ഭാഗങ്ങൾ ചുരുക്കി പറയാം. 2002 ജനുവരി മുതൽ ഡിസംബർ വരെ നടന്ന കൂട്ടക്കൊലകൾ മൊത്തം 12 ആക്രമണങ്ങൾ. കൊല്ലപ്പെട്ടത് 112 പേർ. രഘുനാഥ് ക്ഷേത്ര ആക്രമണവും അമർനാഥ് തീർത്ഥയാത്രികർക്ക് നേരെയുള്ള ആക്രമണവും ഇതിൽപ്പെടും. ആൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് നേതാവായ അബ്ദുൾ ഗനിലോണിനെ തീവ്രവാദികൾ വധിച്ചു. ഇക്കാലയളവിൽ കേന്ദ്രം ഭരിച്ചിരുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി സർക്കാരായിരുന്നു. ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ കേന്ദ്രം കാശ്മീരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിനും തീവ്രവാദികളെ ജനാധിപത്യ പാതയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി ആൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് നേതാവിനെ നേരിട്ട് കാണാനായി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ വാജ്പേയി കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. ഇതറിഞ്ഞ തീവ്രവാദികൾ അബ്ദുൾ ഗനിലോണിനെ വധിച്ചു. ഇതിനു ശേഷമുള്ള ചർച്ച ഡൽഹിയിലേക്ക് മാറ്റി. എന്നാൽ ഈ സമാധാന ശ്രമങ്ങളൊന്നും തന്നെ ജിഹാദികളുടെ മനസ്സ് മാറ്റിയില്ല. അവർ അക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വർഷത്തിൽ തന്നെയാണ് നിയമമന്ത്രിയായിരുന്ന മുഷ്താഖ് ലോണും കൊല്ലപ്പെട്ടത്. 2003 കാശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയ മുഖമാണ് നാഷണൽ കോൺഫറൻസ് എന്ന സംഘടന. ആ നാഷണൽ കോൺഫറൻസ് നേതാവായ ഫറൂഖ് അഹമ്മദ് കുഞ്ചൈനെ ഹിസ്ബുൾ മുജാഹിദീൻ സംഘം വധിച്ചു. സമാധാന നീക്കം നടത്തുന്ന ഒരാളെയും വെറുതെ വിട്ടില്ല. മാർച്ച് 14 നടന്ന മുഹറം റാലിയോടനുബന്ധിച്ച് നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മാർച്ച് 16 പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടന്നു. 11 പേർ കൊല്ലപ്പെട്ടു. മാർച്ച് 23 നദീമാർഗ് ഗ്രാമത്തിൽ 24 കാശ്മീരി ഹിന്ദുക്കളെ കൊല ചെയ്തു. ഇതിൻ്റെ പിന്നിൽ ലഷ്കർ-എ-തയ്യിബയായിരുന്നു. ഏപ്രിൽ 22 ഉധംപൂർ ലാൻഡ് മൈൻ ബ്ലാസ്റ്റ്. 6 പേർ കൊല്ലപ്പെട്ടു. മെയ് 13 രജോറിയിൽ 6 ഹിന്ദുക്കളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ജെയ്ഷെ മുഹമ്മദ് ജിഹാദികൾ. മെയ് 26
ഒരു വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി മെമ്പറുടെ വീട്ടിൽ ബോംബെറിഞ്ഞ് 6 പേരെ കൊലപ്പെടുത്തി. സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടി ജനങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി. ജൂൺ 28 സുൻജുവാൻ മിലിറ്ററി ബേസിന് നേരെ നടത്തിയ സൂയിസൈഡ് ആക്രമണത്തിൽ 12 പട്ടാളക്കാർ വീരമൃത്യു വരിച്ചു. ജൂലൈ 22 അക്നൂർ ആർമി ബേസിന് നേരെയുണ്ടായ സൂയിസൈഡ് ആക്രമണത്തിൽ 12 പട്ടാളക്കാർ വീരമൃത്യു വരിച്ചു. സെപ്റ്റംബർ 3 മുഹമ്മദ് യൂസഫ് പരെ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കാറിന് നേരെയുണ്ടായ ബോംബാക്രമണം 3 പേർ കൊല്ലപ്പെട്ടു. ഇക്കാലയളവിൽ അധികാരത്തിലിരുന്നത് BJP നേതൃത്വം നൽകിയ വാജ്പേയി സർക്കാരായിരുന്നു. ഒരു ഭാഗത്ത് കാശ്മീരിലെ വിഘടനവാദികളുമായും മറുഭാഗത്ത് പാകിസ്ഥാനുമായും സമാധാന ചർച്ചകൾ പലതവണ നടത്തി. പാർലമെന്റ് ആക്രമണത്തോടെ നിർത്തിവച്ചിരുന്ന ഡൽഹി ലാഹോർ ബസ് സർവീസ് പുനരാരംഭിക്കുകയും പ്രൈം മിനിസ്റ്റർ വാജ്പേയിയും സംഘവും ലാഹോറിലേക്ക് പോവുകയുമുണ്ടായി. അപ്പോഴും ഒരു കടുത്ത സൈനിക നടപടിയിലേക്ക് രാജ്യം പോയില്ല എന്നത് ഭാരതത്തിൻ്റെ സമാധാന നീതിക്കുള്ള ഉത്തമ ഉദാഹരണമാണ്. 2004 ജനുവരി 2 പുതുവർഷ സമ്മാനമായി തീവ്രവാദികൾ ജമ്മു റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ സൂയിസൈഡ് ആക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു. ഈ സമയം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. മാർച്ച് 3 മുതൽ 9 വരെ 7 പേർ കൊല്ലപ്പെട്ടു. 2005 നവംബർ 16 ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ സാധാരണക്കാരായ 4 പേർ കൊല്ലപ്പെടുകയും 45 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2006 ജനുവരി 23 മുതൽ നവംബർ 10 വരെ നടത്തിയ 10 ആക്രമണങ്ങളിൽ പൊലിഞ്ഞത് 114 പേർ. ഇതിൽ മെയ് 1 ഡോഡ കൂട്ടക്കൊല മാത്രം 57 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. ഇത് നടത്തിയതാവട്ടെ ലഷ്കർ-എ തെയ്ബയും. 2007 5 ആക്രമണങ്ങളിലായി 28 പേർ കൊല്ലപ്പെട്ടു. സാധാരണ ജനങ്ങളും സൈനികരും ഉൾപ്പെട്ടിരുന്നു. 2008 40 പേർ 6 ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടു. 2009, 2010, 2013 ഈ കാലയളവിൽ മൊത്തം 6 ആക്രമണങ്ങൾ, 39 പേർ മരിച്ചു. 2014 5 ആക്രമണങ്ങൾ, 39 പേർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കാശ്മീർ സന്ദർശനത്തിന് മുന്നോടിയായി പുൽവാമയിൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. അർണിയയിൽ നടത്തിയ സൂയിസൈഡ് ആക്രമണത്തിൽ 10 പേരും ഉറിയിൽ സൈനികർക്ക് നേരെ ഡിസംബർ 5 നടത്തിയ ആക്രമണത്തിൽ 17 പേരും കൊല്ലപ്പെട്ടു. മോദിജിയുടെ വരവോടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നു തുടങ്ങി. കേന്ദ്രം ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നതായി തീവ്രവാദികൾക്ക് തോന്നിത്തുടങ്ങി. 2015 2 ആക്രമണങ്ങൾ, 9 മരണം. 2016 ജനുവരി 2 പത്താൻകോട്ട് എയർബേസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഒരു NSG കമാൻഡോ അടക്കം 7 പേർ പട്ടാളക്കാരായിരുന്നു. തുടർന്ന് സെപ്റ്റംബർ 18 നടന്ന ഉറി ആക്രമണം 24 പേർ കൊല്ലപ്പെട്ടു. 19 പേർ സൈനികരായിരുന്നു. 30 പേർക്ക് പരിക്കുപറ്റി. പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളായിരുന്നു ഇതിനു പിന്നിലും. 2017 37 പേർ കൊല്ലപ്പെട്ടു, 6 ആക്രമണങ്ങളിലായിട്ട്. 2018 4 ആക്രമണങ്ങൾ, 32 മരണം. ഇതിൽ 15 ഗ്രാമീണരും ഉൾപ്പെടുന്നു. 2019 ഫെബ്രുവരി 14 പുൽവാമ ആക്രമണം. 40 സൈനികരും 1 പ്രദേശവാസിയും കൊല്ലപ്പെട്ടു. മറ്റ് 2 ആക്രമണങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു. 2020 3 ആക്രമണങ്ങൾ, 10 മരണം. ഇതിൽ 4 CRPF ജവാന്മാരും ഉൾപ്പെടുന്നു. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRP ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. ഇപ്പോഴത്തെ പഹൽഗാം ആക്രമണത്തിന് പിന്നിലും TRP ആണ്. 2021 ഒരാക്രമണം, 3 പോലീസുകാർ കൊല്ലപ്പെട്ടു. 2022 ഒരാക്രമണം, 5 പേർ കൊല്ലപ്പെട്ടു. 2023 4 ആക്രമണങ്ങൾ, 15 സൈനികരും 4 സിവിലിയന്മാരും അടക്കം 19 പേർ കൊല്ലപ്പെട്ടു. 2024 3 ആക്രമണങ്ങൾ, 14 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2025 പഹൽഗാം കൂട്ടക്കൊല നാം എല്ലാവരും കണ്ടതാണ്. കാശ്മീർ ഭാരതത്തിനൊരു തീരാ തലവേദനയായി മാറിയതിൻ്റെ കാരണം കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 35A അത് മോദി സർക്കാർ എടുത്തു കളഞ്ഞു. തുടർന്ന് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പാക് അധീന കാശ്മീരിൽ തമ്പടിച്ചിരുന്ന 9 തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ബോംബിട്ട് തകർത്തു. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം ബോംബ് വർഷിച്ചു. കാശ്മീരിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനവും ലോകത്തിന് നാനാഭാഗത്ത് നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് പാകിസ്ഥാൻ്റെ മണ്ണ് താവളമൊരുക്കി കൊടുത്തിരുന്നു.
ആ താവളങ്ങളാണ് നമ്മൾ തകർത്തത്. പഹൽഗാം ഭാരതത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിൽ അവസാനത്തേതായാൽ പാകിസ്ഥാൻ നിലനിൽക്കും. ഇനി ഭാരതത്തിലെ ഒരു സ്ത്രീയുടെയെങ്കിലും സിന്ദൂരം മായ്ക്കപ്പെട്ടാൽ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.